ഒരു പ്രോഗ്രാമിൽ അവതാരകനായി നിൽക്കുന്ന സമയത്ത് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ? ലാലേട്ടൻ അതില്ല എന്നാണ് സിബിൻ പറയുന്നത്. ഒരുപക്ഷെ സിബിൻ പുറത്തിറങ്ങിയതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിന്. അദ്ദേഹം ഇറങ്ങിയതിനു ശേഷമാണ് അഖിൽമാരാർ റീഡ് ചെയ്യുന്നത്. സിബിന് ഭ്രാന്തിന്റെ മരുന്ന് കൊടുത്ത് ഭ്രാന്തനാക്കാൻ ശ്രമിച്ചു, ഒരു യുവാവിന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നും പുറത്തിറങ്ങാൻ താല്പര്യമുണ്ടായിരുന്നില്ല, സിബിനെ അവിടെ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ ചർച്ചയുണ്ടായി അല്ലെ. ഇപ്പൊ സിബിൻ തന്നെ തുറന്നു പറച്ചിലുകളായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്, ഒരു അഭിനേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. പക്ഷേ മോഹൻലാൽ പല നുണകളും ഈ ഒരു പ്രോഗ്രാമിലൂടെ പറയുന്നു, കാണാത്ത കാര്യങ്ങൾ പറയുന്നു എന്നാണ് സിബിന്റെ വാദം. ഒന്ന് കേൾക്കാം. മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന്റെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ് ജനലക്ഷങ്ങളുടെ വികാരമാണ്. മോഹൻലാൽ കള്ളം പറയും. എനിക്ക് അദ്ദേഹം കള്ളം പറയില്ല. എന്റെ ആരാധന പുരുഷനാണ്. ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹം ഒരു ഹോസ്റ്റ് മാത്രമാണെങ്കിലും എന്നാൽ നമുക്ക് അദ്ദേഹം അഭിനയിക്കാൻ വെച്ചാൽ റിയാലിറ്റി ഷോനെ ഞാൻ റിയാലിറ്റി ഷോ എന്താണ് മോഹൻലാൽ ഒരിക്കലും അവിടെ ഒരു നടനായിട്ടല്ല വന്നിട്ടുള്ളത്, മോഹൻലാൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രോഗ്രാമിന്റെ ഡയറക്ടർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ശമ്പളമൊക്കെ വാങ്ങുന്ന ഒരു പണിക്കാരനായിട്ടാണ് വന്നിട്ടുള്ളത്.